എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ഹൈ R1 അതിന് മുകളിൽ പോയതിനു ശേഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ നിഫ്റ്റിയിൽ മാർക്കറ്റ് ഇന്ന് 453 എന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ഹൈ R1 അതിന് മുകളിൽ 88 ഏകദേശം 160-170 കട്ട് ചെയ്യുമ്പോൾ നല്ല ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ നിഫ്റ്റിയിൽ നല്ല സൂപ്പർ മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. 25 ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ പ്ലസ് നിന്നെങ്കിലും ലാസ്റ്റ് 25 ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ മാർക്കറ്റിനെ പിടിച്ച് 88 ഏകദേശം 160 വൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു. ബാങ്കിന് താഴെ ബാങ്കിൽ നിഫ്റ്റി വന്നിട്ട് ചാൻസ് അതിനകത്തുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ പ്ലസ് നിന്നെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ മാർക്കറ്റിനെ മാത്രമേ കിട്ടിയത്. വൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു. കുറച്ച് നമ്മളാണെങ്കിൽ ചെറിയൊരു സെല്ലിംഗ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 14 ഷെയർ IT സെക്ടർ 14 ഷെയർ നമുക്ക് വീക്കായിരുന്നു. 6-7 ഷെയർ നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിരുന്ന ഷെയർ സർഫെക്റ്റൻസ്, മോദി സൺസ്, നിയോജൻ 14 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 14 ഷെയറിനകത്ത് നമുക്ക് 6-7 ഷെയർ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതില് സർഫെക്റ്റൻസിനകത്ത് മോദി ആവറേജ് നല്ല സൂപ്പർ ചാൻസ് ഉണ്ടായിരുന്നു. ആക്ഷൻ ഇതിനകത്ത് അതുപോലെ ഇപ്പം ഒരു 4-3 ഷെയർ നോക്കിയിട്ടുണ്ടായിരുന്നു. സർഫെക്റ്റൻസിനകത്ത് ആവറേജ് നല്ല സൂപ്പർ ചാൻസ് ഉണ്ടായിരുന്നു. ആക്ഷൻ കൺസ്ട്രക്ഷൻ ഇതിനകത്തൊക്കെ നല്ല ചാൻസുകളുണ്ടായിരുന്നു. ആർജി സർഫെക്റ്റൻസ് ഒരു 4-3 ഷെയർ നമുക്ക് ഡൗൺ ഓപ്പണിംഗ് വന്നു. ആർജി സർഫെക്റ്റൻസിന്റെ ലോവർ ലെവൽ സപ്പോർട്ടർ നേരെ കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. നമ്മള് പ്രീവിയസ് ഡേ ഹൈ അടിച്ച് R1 പോയില്ല, തിരിച്ചിറങ്ങി. ആർജി സർഫെക്റ്റൻസ് ഓപ്പണിംഗ് ഡൗൺ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ലോവർ ലെവൽ സപ്പോർട്ടർ നേരെ കയറിപ്പോയി പ്രീവിയസ് ഡേ 7 പോയിന്റ് പ്രോഫിറ്റ് വൺ സൈഡ് പ്രീവിയസ് ഡേ ഹൈ അടിച്ച് R1 പോയില്ല, അതിനുശേഷം 910 എൻട്രി എടുത്താല് 873, അതായത് 37 പോയിന്റ് പ്രോഫിറ്റ് വൺ സൈഡ് ഓപ്പണിംഗ് ഡൗൺ ആയിരുന്നു. നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് മോദീസ് എന്ന് പറയുന്ന ഷെയർ ഇറങ്ങി. ഇവിടെ നമ്മൾ ഇവിടെ എൻട്രി എടുക്കും 224-61 എടുത്തെങ്കിലും പിന്നീട് അത് പല പ്രാവശ്യം മുകളിൽ പോയിട്ട് വിക്കടിച്ച് ഇതിന് മുകളിൽ ട്രേഡ് ആകുന്നുണ്ട്. പക്ഷേ മോദീസ് ഓപ്പണിംഗ് വീക്ക്നെസ് ഡൗൺ ആയിരുന്നു. നേരെ ഹൈ അടിച്ച് R1 എടുത്തു. നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ നമുക്ക് ഇവിടെ നമ്മൾ ഇവിടെ എൻട്രി എടുക്കും 224-61 എടുത്തെങ്കിലും പിന്നീട് അത് പല പ്രാവശ്യം മുകളിൽ പോയിട്ട് നല്ല രീതിയിൽ. അതിനുശേഷം വീക്ക്നെസ് ആണ് പറയുന്നത് വീക്ക് മാത്രമേ ഉള്ളൂ R1 മുകളിൽ. നമ്മൾ ഇവിടെ എൻട്രി 224 എൻട്രി എടുത്താൽ നമുക്ക് 216 നിയോജൻ ഓപ്പണിംഗില് ഇവിടെ ഓപ്പൺ ആയി നല്ല രീതിയിൽ ഹൈ ഓപ്പൺ ആയ. അതിനുശേഷം ഹൈയുടെ മുകളിൽ ഓപ്പൺ ആയി. അതിനുശേഷം R1 മുകളിൽ പോയി R1 താഴെ അവിടെ CPR ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ? നിയോജൻ ഓപ്പണിംഗില് ഇവിടെ ഓപ്പൺ ആയി എടുത്ത ഇച്ചിരി ഹൈ ഓപ്പൺ ആയ 1800 ഹൈയുടെ മുകളിൽ 60 രൂപയ്ക്ക് മുകളിൽ അതിനകത്ത്. അതിനുശേഷം R1 മുകളിൽ പോയി R1 താഴെ അവിടെ CPR ഹൈഡ് ചെയ്യുമ്പോൾ. അതിനുശേഷം ഇൻഡോപുറ സൂപ്പറായിട്ട് നല്ല 86 എടുത്ത ഇൻഡോപുറ 1814 60 രൂപയ്ക്ക് മുകളിൽ അതിനകത്ത് പ്രോഫിറ്റ്. ഓപ്പണിംഗ് പ്രൈസ് ഹൈയുടെ മുകളിൽ ഓപ്പൺ R1 മുകളിൽ പോയി അതിനുശേഷം തിരിച്ചു വന്ന R1 ഇൻഡോപുറ സൂപ്പറായിട്ട് നല്ല മൂവ്മെന്റ് ഷെയർ. ഇൻഡോപുറ 241 13 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ. ഇൻഡോപുറ ഓപ്പണിംഗ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ R1 മുകളിൽ പോയി R2 പോയില്ല, അത് തിരിച്ചു വന്ന R1 ആവറേജ് 254 എൻട്രി എടുത്താല് ആ റേഞ്ചിന് നല്ല രീതിയിൽ 241 13 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. ആക്ഷൻ കൺസ്ട്രക്ഷൻ സുമിക്കമിന്റെ ആവറേജ് നോക്കി 615 പോയി. ആക്ഷൻ കൺസ്ട്രക്ഷൻ R1 അടിച്ച് ഇറങ്ങി. നമ്മളിവിടെ 1355 എൻട്രി എടുത്താൽ നമുക്ക് 372 13 രൂപയ്ക്ക് എടുത്ത് ഓപ്പണിംഗില് വൺ സൈഡ് ഹൈ അടിക്കുമ്പോൾ നമ്മൾ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു.
തിരിച്ച് R1 അടിച്ച് ഇറങ്ങി. പഴയ ലെവൽ തന്നെ 355 എൻട്രി എടുക്കുക. 1385 എൻട്രി എടുത്ത് അവർക്ക് 13 രൂപയ്ക്ക് എടുത്ത് രൂപ പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. തിരിച്ച് പഴയ ലെവലിൽ എല്ലാ ഷെയറും കുറെ ഷെയറുകൾ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. 885 നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേന് കുറച്ച് ഷെയർ എടുത്ത് 40 നാളത്തേന് നമ്മൾ 11 ഷെയർ കൊടുക്കുന്നുണ്ട്. 11 ഷെയറില് അതുപോലെ എല്ലാ ഷെയറും കുറെ ഷെയർ HSCL നമുക്ക് നാളത്തേനുള്ള നാളെ വന്നിട്ട് 700 കുറച്ച് ഷെയർ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ 11 ഷെയർ ആണ് എടുത്തേക്കുന്നത്. 11 ഷെയർ 700 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഷെയർ HSCL ആണ്. HSCL എടുക്കാൻ പറ്റും. നാളെ 700 ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് നല്ലത് താഴോട്ട് തരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചാൻസ് നല്ല 700 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ആ സമയത്ത് ഒരു ഹൈയുടെ കോൺകോർഡ് ബയോടെക് എന്ന് പറയുന്ന ഷെയർ എടുക്കാൻ പറ്റും. അത് ഹോം ഫസ്റ്റിനകത്തും ഹൈ ഷെയറും അതല്ല 600 പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നല്ലത്. നമുക്ക് താഴെ പോയിട്ട് ഈ ആവറേജിന് മുകളിൽ കോൺകോർഡ് ബയോടെക് എന്ന് പറയുന്ന ഷെയർ കണ്ടിട്ട് അത് ദീപക് ഫെർട്ടിലൈസർ ഈ ഷെയർ വന്നിട്ട് ഈ R1 റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങുവാണ്. ഈ ആവറേജ് പ്രൈസിന് താഴെ പോയിട്ട് ഈ ആവറേജിന് മുകളിലോട്ട് കയറുവാണെങ്കിൽ ഒരു പ്രാവശ്യം 2000 മുകളിൽ ട്രേഡ് ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ 2018 ഈ R1 റേഞ്ചിൽ ചാൻസ് ആവറേജ് കയറുവാണെങ്കിൽ ചിലപ്പോൾ ഷെയറിനകത്ത് ഒരു പ്രാവശ്യം 2000 മുകളിൽ ട്രേഡ് ആകുമെന്ന് തോന്നുന്നു. എഗ്ഗിനകത്താണെങ്കിൽ ഹൈയോ R1 ഒക്കെ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ വലിയ മൂല്യം കിട്ടില്ല. ഇത് ഓപ്പണിംഗ് ചിലപ്പോൾ 1900 അടുത്ത് ഗ്രാഫൈറ്റ് ആവറേജ് കയറുവാണെങ്കിൽ ചിലപ്പോൾ ബൈങ് ചാൻസ് 600 മുകളിൽ പോയിട്ട് ഈ ഹൈയുടെ താഴെ വരിക. അതല്ല R1 എഗ്ഗിനകത്തും ഹൈയോ R1 ഒക്കെ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ വലിയ മൂല്യം കിട്ടില്ല. 30 പോയിന്റ് കിട്ടാൻ ചാൻസ്. ഗ്രാഫൈറ്റ് R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ്. 600 മുകളിൽ പോയിട്ട് ഹൈയുടെ താഴെ പോളി R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതും 120 R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നല്ല ചാൻസാ. അതുപോലെ ക്രസ്റ്റ് ആനിമേഷൻ ഏറ്റവും നല്ലത്. യുണൈറ്റഡ് പോളി നോക്കുക. R1 R2 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ R1 റേഞ്ചിലാണെങ്കിൽ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ BSC ഹെവി മൂവ്മെന്റ് ആയിരുന്നു. വെയിറ്റ് തോന്നുന്നു നാളെ ഒരു പ്രാവശ്യം ക്രസ്റ്റ് ആനിമേഷൻ ആകുമെന്ന് തോന്നുന്നു. നാളെ ഇന്നത്തെ R1 R2 4000 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ R1 റേഞ്ചിലാണെങ്കിൽ 4000 മുകളിൽ 4010 BSC ഹെവി മൂവ്മെന്റ് ആയിരുന്നു. 4000 താഴെ ട്രേഡ് ആവുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ചാൻസ് 4000 മുകളിൽ ട്രേഡ് ആകുമെന്ന് തോന്നുന്നു. നാളെ ഇന്നത്തെ ഉണ്ടെങ്കിൽ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, 4000 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ആ സമയത്ത് 4000 മുകളിൽ 4000 താഴെ ട്രേഡ് ആവുകയാണെങ്കിൽ ആ സമയത്ത് ചാൻസ് എടുക്കാം. പക്ഷെ R1 വന്നിറങ്ങുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ എല്ലാവരും നോക്കി ട്രേഡ് എടുക്കുക. ട്രേഡ് ചെയ്യാതിരിക്കുക. നോക്കി നമ്മൾ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ടൈമിൽ നാളെ നല്ലൊരു പ്രോഫിറ്റ്. ചില ദിവസം നമുക്ക് ചാൻസ് കിട്ടത്തില്ല. അധികം 1-2 ഷെയറിലായിരിക്കും ചിലപ്പോൾ ചാൻസ് കിട്ടുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഒന്നീ ട്രേഡ് ചെയ്യാതിരിക്കുക. കിട്ടിയ ഷെയറെ മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ വിട്ടേക്കുക. ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.